ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിന് ഒട്ടും നല്ലതല്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റഡീസ് ഇപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റഡി കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും നമ്മൾ ആൾക്കാരുടെ ഹെൽത്തിന് വേണ്ടിയാണോ ഈ പറയുന്ന റിസർച്ചും സ്റ്റഡീസും നടത്തുന്നത്, അതോ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയാണോ എന്ന് നമുക്ക് ഒരു ഡൗട്ട് വരും. കാരണം വേറെ ഒന്നുമല്ല, വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഡയറ്റ് സിസ്റ്റത്തിനെ ഇത്രയും ഒരു ബാഡ് ലെവലിലേക്ക്, ഒരു ഹെൽത്ത് ഇഷ്യൂസിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഒരിടയ്ക്ക് ഇവർ പറഞ്ഞ ഒരു സംഭവമാണ് റെഡ് മീറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ബട്ടർ അല്ലെങ്കിൽ ഇതുപോലുള്ള അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് വളരെയധികം ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ് പറഞ്ഞത്. പിന്നീട് ഇവർ തന്നെയാണ് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കനോല ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലുള്ള സീഡ് ഓയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിനകത്തേക്ക് ഇത്രയധികം ഷുഗറും കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഈ സിറിൽസ്, കോൺഫ്ലെക്സ് പോലുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത് ഈ പറയുന്ന അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ വിശ്വസിക്കണം എന്നുള്ളത് ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് കുറേ നേരം പട്ടിണി കിടന്നതിനായിട്ട് ഇഷ്ടമുള്ള ഫുഡ് പിന്നെയും വാരി വലിച്ച് തിന്നാന്നുള്ളതല്ല. കഴിക്കുന്ന ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും തന്നെ വരാനില്ല.